CPM ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, ഈ രാഷ്ട്രീയത്തിൽ സ്ത്രീത്വത്തെ ആയുധമാക്കുക എന്ന് പറയുന്ന ആ ഒരു നീചമായ പ്രവൃത്തിയെ ഇല്ലാതാക്കണം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് അയാൾ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ വികസനത്തെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പോരായ്മകളെ മറച്ചു വെക്കാൻ സ്ത്രീത്വത്തെ ആയുധമാക്കല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതിനെക്കുറിച്ച് എന്താണ്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ആദ്യമേ എനിക്ക് വളരെ എതിർപ്പ് തോന്നിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തോന്നി. അത് ഇല്ല എന്ന് ഞാൻ പറയില്ല, കാരണം അത് അയാൾ തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ കാത്തു നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീ പറയുന്നത് കളവാണോ സത്യമാണോ എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാത്തത് കൊണ്ടല്ല. കാരണം എന്നും നമ്മൾ മീഡിയ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോഴും അനുഭവിക്കുന്നത് സ്ത്രീ ആവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ആരോപണം വരുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. അതായിരുന്നു ഞാൻ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം രാഹുൽ പിന്നീട് ആ ഒരു പൊസിഷനിൽ അതേ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കണോ വേണ്ടേ എന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മളുടെ പിന്നെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ, ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്, ആ തെറ്റ് അത് കോൺഗ്രസ് പ്രസ്ഥാനം ഭംഗിയിൽ ചെയ്തു. അതിൽ ഞാൻ VT സതീശൻ അടക്കമുള്ള നേതാക്കളോട് ഹാറ്റ്സ് ഓഫ്. കാരണം നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പദവിയിൽ നിന്നും ഒഴിവാക്കി. പക്ഷെ MLA പദവി ഒഴിവാക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ്. പിന്നീട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് അയാൾ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. മാധ്യമങ്ങളും സമൂഹങ്ങളും ഒരുമിച്ച് വിചാരണ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മളൊരു ഒരു പ്രസ്താവനയോട് കൂടി പറയുകയാണെങ്കിലും അതൊരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ചില കേസുകളൊക്കെ നമ്മൾ പുറത്തറിഞ്ഞത്. സമൂഹത്തെ പേടി ഉണ്ടായതുകൊണ്ടാണ് ഇനി ഉള്ള നേതാക്കൾ കുറച്ചും കൂടി ഉത്തരവാദിത്തപരമായിട്ട് ഇതുപോലത്തെ ഒരുപാട് രാഹുൽ മാങ്കൂട്ടം CPM-ലും BJP-ലും കോൺഗ്രസിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ സമൂഹം ഇത്തരത്തിൽ പ്രതികരിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ നേതാക്കൾക്കൊക്കെ ഒരു ഭയം ഉള്ളിലുണ്ടാവും. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷനാണ്, ഒരു പാർട്ടിയുടെ സീനിയർ ആയിട്ടുള്ള ടീം അവരുടെ തീരുമാനം കൊടുത്തു, എല്ലാവരും ഒരു കാരണവശാലും ക്ലോസ് ആയ മുറിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരമോ കൊടുക്കരുതെന്ന്. കാരണം അത്രയ്ക്ക് ഇപ്പം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ ഭയന്നു തുടങ്ങി. ഭയക്കണം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർക്ക് പണവും അതുപോലെ തന്നെ എന്തും കാണിക്കാനുള്ള ഒരു കീ അല്ല, അവർക്ക് അതിനുള്ള ഒരു അധികാരമല്ല അത്. കാരണം ഒരു MLA-യുടെ മോനാണ് ഞാൻ, MLA-യുടെ മോനാണ് അല്ലെങ്കിൽ ഞാനൊരു MLA ആണ് എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാൻ എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, അത് നോർത്തിലൊക്കെയാണ് നമ്മളിപ്പോഴും കാണുന്നത്. അത് സമ്പൂർണ്ണ സാക്ഷരത ഉള്ള ഒരു കേരളത്തിൽ അങ്ങനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയിമാണ്. മനസ്സിലായോ? നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുടെ അടുത്ത് നിന്ന് അതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ ഉള്ള കേരള രാഷ്ട്രീയത്തിൽ നിന്നുകൂടി അത്തരത്തിൽ വരുവാണെങ്കിൽ പിന്നെ എന്ത് വാല്യൂ ആണുള്ളത് അല്ലേ? ജനങ്ങളും വിഡ്ഢിയാവുമല്ലേ? ഏതു തരത്തിലുള്ള ആളുകളെ നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്? പിന്നെ ഏത് പ്രസ്ഥാനത്തിനെയാണ് പിന്നെ നമ്മളൊക്കെ? ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ നല്ലൊരു കോൺഗ്രസ്സുകാരിയാണ്. കോൺഗ്രസിന്റെ പിന്നെ ഇന്റർനാഷണൽ യൂത്ത് കോൺഗ്രസിന്റെ UAE മെഡിക്കൽ വിങ് ഇൻചാർജും കൂടിയാണ്. ഞാൻ നോക്കിക്കാണുന്നത് എൻ്റെ പ്രസ്ഥാനം എന്ത് തീരുമാനമെടുത്തു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം എന്ത് തീരുമാനമെടുത്തു എന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടമാക്കി മാറ്റിയത് എൻ്റെ പ്രസ്ഥാനമാണ് അല്ലേ? അപ്പൊ എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത തെറ്റിന് എൻ്റെ പ്രസ്ഥാനത്തിന്റെ തീരുമാനം എന്തായിരുന്നു എന്നാണ് ഉത്തരവാദിത്വമുള്ള ഒരു പ്രവർത്തക എന്ന നിലയിൽ ഞാൻ നോക്കേണ്ടത്. അത് ഞാൻ നോക്കിക്കണ്ടു, ഞാൻ അതിൽ തൃപ്തയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ
അയാൾ കുറ്റം ചെയ്യാത്തവനായിട്ട് കാണുന്നത് വരയ്ക്കും എനിക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഈ രാഷ്ട്രീയത്തിൽ സ്ത്രീത്വത്തെ ആയുധമാക്കുക എന്ന് പറയുന്ന ആ ഒരു നീചമായ പ്രവൃത്തിയെ ഇല്ലാതാക്കണം. ഞാൻ അതിനെതിരെയാണ് പറയുന്നത്. അത് ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകളെ ഉപയോഗിച്ചിട്ടാണ്. അതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ അതൊരു ആക്ഷേപഹാസ്യമായിട്ട് തോന്നുന്നു. പഴയ സിനിമയിൽ പറയുന്ന ആ സീൻ അന്തർധാര, ശങ്കരാടിയൊക്കെ പറയുന്ന പോലെ ആ ഒരു അന്തർധാര ഉണ്ടല്ലോ, ചീപ്പാണത്. അത് ഇനിയും നമ്മളുടെ മുതിർന്ന നേതാക്കളും ഇതൊക്കെ അണിയറയിൽ ഒരുക്കുന്ന ആളുകളും മനസ്സിലാക്കുക. ഇനിയുള്ള ജനറേഷനോട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പോരായ്മകളെ മറച്ചു വെക്കാൻ സ്ത്രീത്വത്തെ ആയുധമാക്കല്ലേ. ഈ ഇക്കിളി കഥ കേൾക്കാൻ കുറച്ചു നേരത്തേക്ക് ആളുകളുണ്ടായിരിക്കും. അത് ഏത് കാലം ഗോസിപ്പ് വരുന്നത് ഒരു സ്ത്രീയും പുരുഷനാണെങ്കിൽ എല്ലാവരും റേറ്റിംഗ് അങ്ങോട്ടേക്ക് കൂട്ടും. കാരണം എന്താ, അത് മനുഷ്യ സഹജമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലോട്ടൊക്കെ ഒരിത്തിരി നേരത്തേക്കൊന്ന് എത്തി നോക്കാൻ ഏതാളുകളും നോക്കും. അപ്പൊ അതൊരു പെൺവിഷയമാകുമ്പോൾ കൂടുതൽ താല്പര്യം. സോ ഇനിയെങ്കിലും ആ സ്ത്രീത്വത്തെ ആയുധമാക്കുന്നത് നിർത്തലാക്കിയാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നിലയും വിലയുണ്ടാവും.